മലയാള ചലച്ചിത്രങ്ങളിൽ മികച്ചവ ഓർത്തെടുക്കുമ്പോൾ അതിൽ ആദ്യം ഓടിയെത്തുന്നത് പൊന്തന്മാടയാണ്. CV ശ്രീരാമൻ്റെ ചെറുകഥകളായ ശീമത്തമ്പുരാനെയും പൊന്തന്മാടയെയും ആസ്പദമാക്കി TV ചന്ദ്രൻ തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് പൊന്തന്മാട. ചിത്രത്തിൻ്റെ നിർമ്മാണം രവീന്ദ്രനാഥ്, ഛായ വേണു, സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ. മാടയായി മമ്മൂട്ടിയും ശീമത്തമ്പുരാനായി നസറുദ്ദീൻ ഷായുമാണ് എത്തുന്നത്. വൃദ്ധനായ മാടയുടെ അടുക്കൽ ഒരു പെൺകുട്ടി എത്തുമ്പോൾ അവളോട് തൻ്റെ കഥ പറയുന്നതായാണ് ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. ആള് പറയണത് എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ലെന്നാ. ശരിയാ, രജിസ്റ്ററില് എൻ്റെ പേരിൽ നിലമില്ല, ഭൂമിയില്ല. പക്ഷേ ഈ മണ്ണും ഈ പാടമൊക്കെ എൻ്റെ സ്വന്താ, എൻ്റെ വേർപ്പ് വീണതാ. അപ്പോ ഈ മണ്ണും പാടവും നോക്കാൻ ആരും ഇല്ലാണ്ടായി. എന്നെ പോലെ ഇതും ആർക്കും വേണ്ടാണ്ടായി. വെയിലിനെ കൊണ്ടുപോകാനിരുളും വന്നേ. അയ്യ, ഞാൻ പാടുകയല്ലോ മോളെ, കേക്കല്ലേ. പൊന്തന്മാടയുടെ കഥ പറയുമ്പോൾ അത് മണ്ണിൻ്റെ കഥയായി മാറുന്നു. പിന്നീടത് നാടിൻ്റെയും നാടിനെ നയിക്കുന്ന നിയമങ്ങളുടെയും കഥയായി മാറുകയാണ്. ഓളി പാടം കണ്ടുവോ? പണ്ടൊക്കെ ഞങ്ങള് ചക്രം ചവിട്ടി വെള്ളം വറ്റിച്ച് പടിയായിരുന്നു. ഇപ്പോ വെള്ളം വറ്റിക്കണ ഇഞ്ചനായി, പൂട്ടണ മെഷീനായി. എന്നിട്ട് മുതലാളിമാര് കൂടിയാലോചിക്ക. നിങ്ങൾ പറയില്ലേ, ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ലേ നഷ്ടക്കച്ചവടമാണ് ഈ പറയണേ. നിങ്ങളില്ലേ പറയില്ലേ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നഷ്ടം സഹിച്ച് കൃഷി ഇറക്കാൻ എന്നെ കിട്ടില്ല. നിനക്ക് ഓട്ടോറിക്ഷ ഓടിച്ചാ ദിവസം എന്ത് കിട്ടും? അതൊക്കെ തരം പോലെയാ. എന്നാലും ഒരു 50 രൂപയെ കുറയാണ്ട് കിട്ടും. എന്നിട്ട് 50 രൂപ പണിക്കാർക്ക് കൊടുക്കുക. അപ്പൊ ഓട്ടോറിക്ഷ വേണ്ടാന്ന് വെച്ചിട്ട് നേരിട്ടങ്ങ് പണതൂടെ? എന്നാ നഷ്ടക്കച്ചവടാവോ? അത് ശരി, എന്നും ഈ കൃഷിപ്പണിയായിട്ട് കൂടാന്ന് നമ്മളില്ല. ഇവറ്റിങ്ങളൊക്കെ എന്നാ കൃഷിക്കാരായേ? എനിക്ക് ഓർമ്മ വെക്കുമ്പോ ഈ പടവിന്റെ മുക്കാഭാഗം നിലം ഞങ്ങളുടെ തറവാട്ട് വകയായിരുന്നു. സർക്കാർ അത് അവർക്ക് കൊടുത്തു, അവരത് പണതോളാന്നും പറഞ്ഞു. ഇപ്പൊ അവർക്ക് നഷ്ടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വിട്ടുതരട്ടെ. അല്ലാതെ പണിയില്ല എന്ന് പറയാൻ ഇവർക്കെന്റെ അവകാശം? തെണ്ടികള്. ഒന്ന് പതുക്കെ പറയുന്നേ. അപ്പൊ മേലേ എന്നാ തീരുമാനം ഉണ്ടായേ? പൊന്തന്മാടെ ഇത്തവണ പടവ് പണിയുന്നില്ല തന്നെയാ. മാടയ്ക്കിപ്പോ എന്തിനാ അതൊക്കെ അറിയണേ? ഞാനൊരു ഉൾപ്പെടെ കാശ് തരാം, പോയി വല്ല കൊള്ളിക്കിഴങ്ങും വാങ്ങിക്കോ. നിലം നമ്മടെ കോടനിലല്ലേ കോവിത്തമ്പുരാനെ? നമ്മടെ നിലം തനിക്കുണ്ടോ നിലം? ഇവിടെ നിയമങ്ങളൊക്കെ ഇതുവരെ വന്നുള്ളൂ. വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞൂടിയോന്റെ നിലമെടുത്ത് വരമ്പത്ത് കിടക്കണവന് കൊടുത്തു. കണ്ടത്തിലിറങ്ങി പണിയെടുത്തോന് വല്ലതും കിട്ടിയോ? എന്നും പായലിലും വെള്ളത്തിലും ഇഴഞ്ഞ ഈ ജലജീവി പൊന്തന്മാടയ്ക്ക് എന്തേ സർക്കാർ ഒരു 10 പറയ്ക്ക് നിലം കൊടുക്കാഞ്ഞ്? താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ കലക്കേനെ. രാഷ്ട്രീയം സകല ചിന്തകൾക്കും പിന്നിൽ മനസ്സാണെന്നും മനസ്സിനെ മനസ്സിലാക്കാത്ത ഏതൊരു സാമൂഹിക സിദ്ധാന്തവും വൻ പരാജയമാണെന്നും ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. ശീമത്തമ്പുരാൻ്റെ നാട്ടിലെത്തുന്ന പൊന്തന്മാടയ്ക്ക് ജീവിതത്തിൻ്റെ പുതിയൊരു വാതിലാണ് തുറന്നു കിട്ടുന്നത്. ഒപ്പം ശീമത്തമ്പുരാനുമായുള്ള സൗഹൃദവും.
മാടയും ശീമത്തമ്പുരാനും തമ്മിലുള്ള സൗഹൃദം കാണിക്കുന്ന ഒരു രംഗം നോക്കാം. വയലിനടുത്തുള്ള ഒരു ചെറുമാടത്തിൽ ഇരുവരും ചേർന്ന് കരുക്കൾ നീക്കി കളിക്കുന്നു. തുടർന്ന് ശീമത്തമ്പുരാൻ മാടക്ക് കോട്ട് നൽകി തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഒപ്പം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു രംഗം പശ്ചാത്തല ശബ്ദം കൊണ്ട് അതിൻ്റെ പരമോന്നതിയിൽ എത്തിക്കാൻ ആവില്ല. ഇവിടെ പശ്ചാത്തല സംഗീതം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുന്നത് നമുക്ക് കാണാം. നീ പഠിച്ചു പോയടാ മാടേ. Oh yes, I have something for you. എന്തേ തമ്പുരാൻ പറയണേ? Da. Coat. Ah. Yes. The hurricane swept by. Few of us survived. But none succeeded to answer friendship's roll call. Whom shall I call on? Who will share with me this wretched happiness of living alive? പോട്ടേടാ, നീ ഇനി തനിച്ചിരിക്കും. മഴക്കോളുണ്ട്. അമ്മ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ഞാനിവിടെ വേണമെന്ന് അമ്മയ്ക്ക് മാത്രം അറിയാം. ഗോപിയും വീട്ടിലില്ല. കോവിത്തമ്പുരാൻ എങ്ങോട്ട് പോയോ? അവന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാ. ജീവിതത്തിലെ ഇണയെന്ന സൗഭാഗ്യം കാത്തുവിലൂടെ മാടയിലേക്ക് എത്തുന്നു. ഇരുവരും ആധുനിക ജീവിതത്തിൽ എന്നതുപോലെ ഇണ ചേർന്നതിന് ശേഷമാണ് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത്. നീ ഇനി വീട്ടിൽ പോണ്ട പെണ്ണേ. എടാ മാടേ, നീ തമ്പ്രാനോട് പറയ്, എന്നിട്ട് ഇവിളെയും കൂടി താമസിക്കടാ. നിന്നെ ചോമാര് തല്ലിക്കൊല്ലും. വിഷപ്പെട്ടി തല്ലിക്കൊല്ലണ കണക്ക്. എന്നെ ഒരുത്തൻ ഒരു കാരണവും കൂടാണ്ട് നിന്റെ അവിടെ കൊണ്ടുവന്നാക്കിയപ്പോ ചോദിക്കാൻ ചോമാരും ഉണ്ടായിരുന്നില്ലല്ലോ. ആ പെണ്ണിന്റെ ധൈര്യം കണ്ടോടാ മാടെ. പൊന്തന്മാടയ്ക്കും വേണ്ടേ അമ്മേ ഒരു പെണ്ണൊക്കെ? എടാ മാടേ, ആ കയ്യാലയുടെ അടുത്ത് നിന്ന് 50 കന്ന് വൈക്കോലെടുത്തോ, 2 കവുങ്ങും മുറിച്ചോ, കിഴക്കേ പറമ്പിൽ പോയി അരികിന് കണ്ടൊരു കുടിൽ വെച്ചോ.
കാലം മാടയെ കാത്തുവിൽ നിന്ന് അകറ്റുന്നു. എടാ മാടേ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ കെട്ടിയോള് സന്നി പിടിച്ച് കിടപ്പാ. കുട്ടിയോളെ നോക്കാൻ ആരുമില്ല. നീ കാത്തുവിനെ ഒരു 10 ദിവസത്തേക്ക് എന്റെ വീട്ടുപണിക്ക് വിട്ടുതരണം. നിനക്കെന്താ ഒറ്റണ്ടടിയല്ലേ? വല്ലവരും വന്ന് വിളിക്കുമ്പോൾ പെണ്ണിനെ പറഞ്ഞയക്കും. എന്നിട്ട് ഇങ്ങനെ ദുഃഖിച്ച് നടക്കാം. എടാ, കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ പോയതല്ലേ, അവൾ ഇങ്ങോട്ട് വരും. വന്നില്ലെങ്കിൽ നീ പോയി വിളിച്ചോണ്ട് വാടാ. നിന്റെ പെണ്ണല്ലേ? എന്തേ? ആ, എന്തൊക്കെയാ മാടേ, നിന്റെ കാത്തൂന് ബഹുസുഖ അവിടെ. നീ ഇപ്പൊ കണ്ടാ തിരിച്ചറിയില്ല. ആളൊന്നങ്ങട് കൊഴുത്തു. നിനക്ക് നാണല്ലേടാ? ആ കോന്ത മുതലാളി ചോദിച്ചപ്പോ പെണ്ണിനെ വിട്ടുകൊടുത്തിട്ട് നടക്കാണ്. അവിടെ പണിക്കാരും ഇല്ലാത്തോണ്ട്. ഏത് പണി? എന്തു പണി അവളെ കൊണ്ട് എടുപ്പിക്കണം വിചാരം? നിനക്ക് ധൈര്യം ഉണ്ടാ? ഉണ്ടെങ്കി ആ പെണ്ണ് പോയി വിളിച്ചോണ്ട് വാടാ. തിരിച്ചു വിളിക്കാൻ ചെല്ലുന്ന മാടയെ കാത്തു ആട്ടി അകറ്റുന്നു. ഞാൻ വിളിച്ചോണ്ടുപോകുമെന്നാണേ. വിളിച്ചുടനെ അങ്ങോട്ട് വരാൻ എന്നെ നിന്നെ മുട്ടിപ്പലകേമ്മയിലിരുത്തി എണങ്ങനും മൂന്നാമനും കാണാൻ ബന്ധം വരുത്തിയിട്ടൊന്നുമില്ലല്ലോ. മാട തന്റെ കഥ തുടരുന്നു. ആരുമില്ലാത്തവന്നാ എന്നെ പറ്റി എല്ലാരും പറയാ. പണ്ട് എനിക്ക് തമ്പുരാൻ ഉണ്ടായിരുന്നു. പിന്നെ കാർത്തു എങ്ങടോ പോയി. തമ്പുരാൻ മരിച്ചു പോയി. മോളെ കാണുമ്പോഴൊക്കെ ഞാൻ തമ്പുരാന്റെ കാര്യം ഓർക്കും. തമ്പുരാൻ ഒരു മോളുണ്ടായിരുന്നേ, അങ്ങ് ചീമലെവിടെയോ. അത് മോളാന്ന എന്റെ വിചാരം. കഥയുടെ അന്ത്യഭാഗത്ത് മാട സംസാര സാഗരം നീന്തിക്കടന്ന് തൻ്റെ പ്രിയപ്പെട്ട ശീമത്തമ്പുരാൻ്റെയും കാത്തുവിൻ്റെയും അടുത്തെത്തുകയാണ്. ഞാൻ തമ്പുരാന്റെ മോളല്ലേ? ഞാനിതാ വന്നല്ലോ. എവിടെ ചിതാഭസ്മം? വയലിന്റെ വരമ്പത്ത് കരയുന്നതാരോ, വയൽ നിറഞ്ഞൊഴുകുന്നതേതു കണ്ണീരോ. ഹൃദ്യമായ കഥ, ദൃശ്യസാധ്യത കണ്ടെഴുതിയ തിരക്കഥ, അത്യുജ്വലമായ സംഭാഷണം, എഴുത്ത് അനുഭവമാക്കി മാറ്റുന്ന സംവിധാനം, സ്ഥലത്തെത്തുന്ന പശ്ചാത്തല ശബ്ദങ്ങൾ, ഏറ്റവും അനുയോജ്യമായ സംഗീതം, കണ്ണുകൊണ്ട് കാണുന്നത് പോലെയുള്ള
ഛായാഗ്രഹണം. ഇതൊക്കെ ഈ ചിത്രത്തിൻ്റെ സവിശേഷതകൾ തന്നെ. CV ശ്രീരാമനും TV ചന്ദ്രനും ജോൺസണും തൃശ്ശൂർ ജില്ലക്കാരെന്ന നിലയിൽ ഇതൊരു തൃശ്ശൂരുകാരുടെ ചിത്രം എന്ന് കൂടി പറയാം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: ഏതൊന്നിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണോ അതിന് കുന്നംകുളത്തെത്തിയാൽ മതി എന്നാണത്. ഒരിക്കലൊരു സായിപ്പ് സൂചി പോലൊരു വസ്തുവിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായി കുന്നംകുളത്തെത്തി. അയാൾക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ച് കിട്ടുകയും ചെയ്തു. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തമ്മിൽ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റാതായി. ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ അയാൾ നിർമ്മിച്ച ആളുടെ അടുക്കലെത്തി. നിർമ്മിച്ചയാൾ അതിൽ താൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയ ഭാഗം ലെൻസ് കൊണ്ട് സായിപ്പിനെ കാണിക്കുകയുണ്ടായി. അതായത് അത്രയും ചെറിയ വസ്തുവിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുകൂടി ചേർത്ത് നിർമ്മിക്കുകയാണ് അയാൾ ചെയ്തത്. പൊന്തന്മാടയെപ്പറ്റി പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ തനി പകർപ്പാണ് എന്ന് പറയാതെ വയ്യ. അതെ, ജീവിതത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, മറ്റാർക്കും തീർക്കാൻ പറ്റാത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ്. CV ശ്രീരാമൻ്റെ ചെറുകഥകൾ വായിച്ച വായനക്കാർക്ക് സിനിമ എഴുത്തോളം എത്തിയില്ല എന്നൊരു പരാതിയുണ്ട്. എന്നാൽ പുസ്തകവും സിനിമയും രണ്ട് തരം സൃഷ്ടികളാണ്. ഒരു പുസ്തകത്തിൻ്റെ എഴുത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. എന്നാൽ സിനിമയിൽ അങ്ങനെയല്ല. അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ചലച്ചിത്രത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഓരോരുത്തരാണ്. അവരെയൊക്കെ ഇണക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. എന്നാൽ പുസ്തകത്തിലെ എഴുത്തുകാരനിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ രണ്ടിനെയും താരതമ്യം ചെയ്യുന്നത് ശരിയായ രീതിയല്ല. তোরি দিলাম ছাড়িও গুরু তোমারি নামে আমি যদি ডুবে মরিব আমি যদি ডুবে মরি গো